ആ സ്നേഹമൊന്ന് ഓർത്തു നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ, നമ്മളെ തേടി സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട്, സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരുടെ ആരാധനകളെ വിട്ടുകളഞ്ഞ് അവനൊരു മനുഷ്യ ശരീരമുള്ളവനായിട്ട് താണ് ലോകത്തിലേക്ക് ഇറങ്ങി വരികയും 33 വർഷക്കാലം അവൻ ഭൂമി ജീവിക്കുന്ന ആദ്യ നാൾ മുതൽ അവന്റെ ക്രൂശിലെ മരണം വരെ അനുഭവിച്ച കഷ്ടങ്ങള്, നിന്ദങ്ങള്, പരിഹാസങ്ങള്, അവൻ ക്രൂശിൽ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം അവൻ ജീവിച്ചിരുന്നപ്പോൾ അവന്റെ അമ്മ മറിയയുടെ ഭവനത്തിൽ ജീവിച്ചപ്പോഴുണ്ടായിരുന്ന കഷ്ടങ്ങളുടെ തുടർ ബാക്കിയാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ അമ്മ പ്രസവിച്ച സ്വന്തം സഹോദരന്മാർ അവനെ പരിഹസിച്ചിരുന്നു, ആ സമൂഹം അവനെ നിന്ദിച്ചിരുന്നു, അവൻ തൊഴിൽശാലകളിൽ പോയി കഴിഞ്ഞാൽ യജമാന്മാർ അവനെ വളരെയേറെ പീഡിപ്പിച്ചിരുന്നു. അതെല്ലാം അവൻ നിശബ്ദമായിട്ട് സഹിച്ചത് ക്രൂശിലേക്ക് കയറി പോകുവാനാണ്. അതെല്ലാം അവൻ സഹിച്ചെങ്കിൽ മാത്രമേ ക്രൂശിലെ സമ്പൂർണ്ണമായിരിക്കുന്ന വിധേയത്വത്തിലേക്ക് അവൻ വരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പത്രോസ്ലീഹ ഒരിടത്ത് ഇങ്ങനെ പറയുന്നു, ദാസന്മാരെ, നിങ്ങളെ യജമാനന്മാർക്ക് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങി അനുസരിപ്പിന്, നല്ലവർക്ക് മാത്രമല്ല മൂർഖന്മാർക്ക് വേണ്ടി കൂടെ, മൂർഖന്മാരുടെ മുമ്പിൽ പോലും കീഴടങ്ങണം. യേശു ക്രിസ്തു അങ്ങനെ ജീവിച്ചത്. അവൻ എന്താണ്, ഒരു മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവനെ തല്ലുകയോ തുപ്പുകയോ പരിഹസിക്കുകയോ ചെയ്തെന്നിരിക്കാം. അവന്റെ വേലക്കൂലി കൊടുക്കാതെ അവനെ ഇറക്കി വിട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അതെല്ലാം അവൻ സഹിക്കുകയാണ്. ക്രൂശിലേക്ക് കയറി പോകാനുള്ള പരിശീലന കളരി മാത്രം